ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ചെറുപഴം വെച്ചിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ അല്ലാത്തപ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷേക്കാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിപ്പോൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടാക്കിയതാണ്. നമുക്കിനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിലാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതായത് പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പാലും ക്യാരറ്റും തമ്മിൽ നന്നായിട്ട് തന്നെ ചൂടായ ശേഷം നമ്മളൊന്ന് വേവിച്ചെടുക്കണം ക്യാരറ്റ്. നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു പാല് വറ്റലോട് കൂടി തന്നെ നമ്മുടെ ക്യാരറ്റ് വെന്ത് കിട്ടും. ഓവർ കുക്കൊന്നും ചെയ്യേണ്ട. അപ്പോൾ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ തണുക്കുന്നവരെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുപഴം വേണം. ഞാനിപ്പോൾ 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടേക്ക് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷേക്കാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, ആ ക്യാരറ്റും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ടും ക്യാരറ്റ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഏകദേശം പഴം നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുൾ പാൽ നമ്മൾ ഒഴിക്കരുത്. പകുതി പാൽ ഒഴിച്ചിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തണുപ്പിച്ചിട്ടുള്ള പാലാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാൽ, അതായത് കട്ടയാക്കിയിട്ട് എടുത്തിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അധികം തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ തണുപ്പിച്ച പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് 1 കപ്പ് പാലോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വേറെ ഒരു കളറോ എസൻസോ ഒന്നും തന്നെ ഈ ഒരു ഡ്രിങ്കിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം തന്നെ നമ്മൾ കളറും ഉണ്ട്. നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി ഷേക്കാണ്. ഇപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള പാലും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ചിയ സീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കസ്കസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും നമ്മൾ ഈ ഡെക്കറേഷന് വേണ്ടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ചിയ സീഡ്സ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ എസൻസ്, കളറ് അങ്ങനത്തെ ഒന്നും തന്നെ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഷേക്കാണിത്. അപ്പം നമുക്കിനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപഴം വെച്ചിട്ടുള്ള നമ്മുടെ കിടിലൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഷേക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നമ്മളിത് കളറോ എസൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മളെ ക്യാരറ്റ് ചേർത്തുകൊണ്ടുള്ള നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ മുൻപ് തയ്യാറാക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.
പിന്നെ ഇതിനു മുമ്പ് ഓട്സ് മാംഗോ ഷേക്കിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഒരുപാട് പേർക്കത് ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞൊരു സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേര് അത് തയ്യാറാക്കിയിട്ട് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വീണ്ടും നമുക്ക് പുതിയ റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്